ഹായ്. നമ്മുടെയൊക്കെ ലൈഫിലേ നമ്മൾ നന്നല്ലാത്തവനാവുന്നൊരു സമയമുണ്ട്. അതെപ്പോഴാണെന്നറിയോ? നമ്മൾ മറ്റുള്ളവരെ ചോദിക്കാതെ അവരെ സഹായിക്കുക, അതേപോലെ എല്ലാവരും ഒരുമിച്ചുണ്ടാവണമെന്ന് വിചാരിക്കുക, അതേപോലെ നമ്മൾ ഇങ്ങോട്ട് സ്നേഹിച്ചാലും അങ്ങോട്ട് നമ്മൾ ഒത്തിരി സ്നേഹിക്കുക. പിന്നെ അവർ തന്നതൊക്കെ അവരെന്തെങ്കിലുമൊക്കെ കണക്ക് പറയുമ്പോൾ നമ്മൾ മിണ്ടാണ്ടിരിക്കണം. നമ്മൾ കൊടുത്ത് എന്തെങ്കിലും നമ്മൾ പറഞ്ഞാൽ ഉടനെ നമ്മൾ നന്നല്ലാത്തവനായി, അല്ലെങ്കിൽ നമ്മളെല്ലാവരും വിട്ടുപോകാൻ കാരണം അങ്ങനെയാണ്, അതുകൊണ്ടാണ് വിട്ടുപോകണത്. ഒരു പേർക്ക് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ ആയിരിക്കില്ലേ എൻ്റെ സ്വഭാവം നന്നല്ലാത്തത്. കാരണം എൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ പൂർണ്ണമായി വിശ്വസിക്കും, അതേപോലെ അവരിങ്ങനെ ആവശ്യപ്പെട്ടില്ലെങ്കിൽ അവരെ സഹായിക്കും, കൂടെ നിർത്താൻ ശ്രമിക്കും. അല്ലെങ്കിൽ നമ്മളെന്തിനും കുറേയൊക്കെ നമ്മൾ ചൂടായി വർത്തമാനം പറയണം. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, കുറേയൊക്കെ നമുക്ക് സങ്കടമൊക്കെ വരുമ്പോൾ നമ്മളവരോട് സോറി പറയും. അതൊക്കെ തെറ്റാണ്. ഇന്നത്തെ കാലത്ത് അവനവൻ്റെ കാര്യം നോക്കുക, അതാകുമ്പോൾ വിജയിക്കും. നമ്മളെല്ലാവരും കൂട്ടിപ്പിടിക്കാൻ നോക്കി നമ്മളെല്ലാവർക്കും വേണ്ടി നല്ലത് ചെയ്തു കൊടുത്താൽ അവസാനം നമുക്ക് കിട്ടുന്നൊരു പേരുണ്ട്. എന്താണെന്നറിയോ? നന്നല്ലാത്തവൻ. അപ്പോൾ എന്നെപ്പോലെ നിങ്ങളും നന്നല്ലാത്തവനാവാതിരിക്കുക കേട്ടോ. ഓക്കെ, മറക്കണ്ട. ബൈ. പക്ഷെ വേറൊരു കാര്യമുണ്ട് കേട്ടോ. ആരൊക്കെ ഒറ്റപ്പെടുത്തിയാലും ആരൊക്കെ നമ്മൾ എന്തൊക്കെ ചെയ്താലും ദൈവം പറയുന്നൊരു സംഭവമുണ്ട്. നമ്മുടെ കയ്യിൽ സത്യം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് കറക്റ്റാണെങ്കിൽ പുള്ളി കൈവിടില്ല. എന്നെ പുള്ളി ഇതുവരെ കൈവിട്ടിട്ടില്ല കേട്ടോ.